ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പീഡാനുഭവവും ക്രൂശീകരണവും ഉയർത്തുന്നേൽപ്പും ആഴമായി ധ്യാനിക്കുന്ന നാളുകളാണല്ലോ കഷ്ടാനുഭവ ആഴ്ച. സാധാരണഗതിയിൽ എല്ലാവരും ദേവാലയ ആരാധനയിൽ സംബന്ധിക്കുന്ന അവസരമാണ് പാഷൻ വീക്ക്. കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം എല്ലാവർക്കും ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇൻഡോർ മാർത്തോമ ഇടവക കമ്മിറ്റിയുടെ ആലോചനയോടുകൂടെ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ സഹകരണത്തിലാണ് ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്യുന്നത്. ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ സ്വഭാവനത്തിൽ ഇരുന്നു കൊണ്ട് ഭാഷാ ആഴ്ചയിലെ ശുശ്രൂഷകളിൽ സംബന്ധിപ്പാനായിട്ട് നമുക്കൊരുങ്ങാം. എല്ലാവരും ഒരു കവിതയൊക്കെ ചൊല്ലി പാട്ടുകൾ പാടി ഈ ആരാധനാക്രമങ്ങൾ വായിക്കുന്നതും ഉപയോഗിക്കുന്നതും അഭികാമ്യമാണ്. അതിനെ പ്രചോദനമാകുവാൻ ഈ ക്രമീകരണങ്ങൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ 40ാം വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഗായക സംഘം പാട്ടുപാടി ഈ ശുശ്രൂഷ ആരംഭിക്കും. Emmanuel, the
പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും ഹൃദയവിശുദ്ധിയുള്ളതും പ്രകാശമുള്ളതുമായി പെരുന്നാൾ ആഘോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ നേരവും കരേറ്റുമാറാകണമേ. അനുതാപത്തിൻ്റെ സങ്കീർത്തനം. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങളും എപ്പോഴും എൻ്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ സോപ്പാകൊണ്ട് എൻ്റെ മേൽ തെളിക്കണമേ. ഞാൻ നിർമ്മലനാകും, അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ളൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധരുമായി എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ, എന്റെ അതിരുകൾ കേൾവി, എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നോമ്പിൻ്റെ അവസാനത്തിൽ നിന്റെ കർത്തൃത്വത്തിന് ഞങ്ങൾ അണച്ചിരിക്കുന്ന പ്രാർത്ഥനയാകുന്ന പരിമളധൂപത്തെ നിന്റെ കൃപയാൽ കൈക്കൊള്ളണമേ. വെടിപ്പുള്ള മനസാക്ഷിയോടും നല്ല വിവേകത്തോടും കൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ അണച്ചിരിക്കുന്ന ആത്മീയ ഫലങ്ങളെ കൈക്കൊള്ളണമേ. ഇവ നിന്റെ തിരുസന്നിധിയിൽ ആദ്യം മുതലുള്ള നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും വഴിപാടുകൾ പോലെയായി തീരണമേ. നിന്റെ വിശുദ്ധ സഭ മുഴുവനിൽ നിന്നും പാപമാകുന്ന പകർച്ചവ്യാധിയും ആത്മാക്കളെ നശിപ്പിക്കുന്ന ക്ഷാമവും ഹൃദയങ്ങളെ പീഡിപ്പിക്കുന്ന ഞെരുക്കവും വിരോധിക്കപ്പെടണമേ. നിന്റെ തിരുവിഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുകയും ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വകുൽസബാൻ ലാവൽമീൻ. ഇപ്പോൾ പാഠങ്ങൾ വായിക്കും. The first lesson is taken from the book of Jeremiah, chapter 7, verses 1 to 17. Jeremiah, chapter 7, verses 1 to 17. The Lord sent me to the gate of the temple where the people of Judah went in to worship. He told me to stand there and announce that the Lord Almighty, the God of Israel, had to say to them, "Change the way you are living and the things you are doing, and I'll let you go on living here. Stop believing those deceitful words. We are safe. This is the Lord's temple. This is the Lord's temple. This is the Lord's temple." Change the way you are living and stop doing things that you are doing. Be fair in your treatment of one another. Stop taking advantage of aliens, orphans, and widows. Stop killing innocent people in this land. Stop worshipping other gods, for that will destroy you. If you change, I'll let you go on living here in the land which I gave your ancestors as a permanent possession. Look, you put your trust in deceitful words. You steal, murder, commit adultery, tell lies under oath, offer sacrifices to Baal, and worship gods that you had not known before. You do these things I hate, and then you come and stand in my presence and my own temple and say, "We are safe." Do you think that my temple is a hiding place for robbers? I have seen what you are doing. Go to Shiloh, the first place where I chose to be worshipped, and see what I did to it. Because of the sins of my people Israel, you have committed all these sins, and even though I spoke to you over and over again, you refused to listen. You would not answer when I called you, and so what I did to Shiloh, I'll do to this temple of mine in which you trust. Here in this place, I gave it to your ancestors and to you. I'll do the same thing I did to Shiloh. I'll drive you out of my sight as I draw out your relatives, the people of Israel. I, the Lord, have spoken. The Lord said, "Jeremiah, do not pray for these people. Do not cry or pray on their behalf. Do not plead with me, for I'll not listen to you. Don't you see what you are doing in the cities of Judah and in the streets of Jerusalem?" Here ends the first lesson. രണ്ടാം പാഠഭാഗമായി പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 1 Peter chapter 1 verse 13 to 23. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തികൾ ഒത്തവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും
പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളും ജനിച്ചിരിക്കുന്നു. ഇവിടെ 2-ാം പാഠഭാഗം അവസാനിക്കുന്നു. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. 40-ാം വെള്ളിയാഴ്ച മുതൽ 10 ദിവസക്കാലം ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും അടുത്ത് മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ആരാധനയും വചനഘോഷണവും ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ആ വിധത്തിൽ നമുക്കും ഈ 40-ാം വെള്ളിയാഴ്ച മുതലുള്ള 10 ദിവസക്കാലം വചനം ധ്യാനിക്കുവാനും ആരാധനകളിൽ പങ്കുചേരുവാനും ലഭിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തുതി കരയറ്റാം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവൻഗേലിയോനായി നിശ്ചയിച്ചിട്ടുള്ള വേദഭാഗം തന്നെയാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 1 to 13. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. And Jesus, full of the Holy Spirit, returned from the Jordan and was led by the Spirit in the wilderness for 40 days, being tempted by the devil. And he ate nothing during those days. And when they were ended, he was hungry. The devil said to him, If you are the Son of God, command this stone to become bread. And Jesus answered him, It is written, Man shall not live by bread alone. And the devil took him up and showed him all the kingdoms of the world in a moment of time, and said to him, To you I will give all this authority and their glory, for it has been delivered to me, and I give it to whom I will. If you then will worship me, it will all be yours. And Jesus answered him, It is written, You shall worship the Lord your God, and him only shall you serve. And he took him to Jerusalem and set him on the pinnacle of the temple and said to him, If you are the Son of God, throw yourself down from here, for it is written, He will command His angels concerning you to guard you, and on their hands they will bear you up, lest you strike your foot against a stone. And Jesus answered him, It is said, You shall not put the Lord your God to the test. And when the devil had ended every temptation, he departed from him until an opportune time. Let us pray. Our gracious Lord, as we are going to meditate thy word, be with us and guide with your spirit. In Jesus' precious name we pray. Amen. അമേരിക്കയുടെ
പ്രസിഡൻ്റായിരുന്ന ഒബാമയുടെ വൈഫ് എഴുതിയ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ബിക്കമിങ് എന്ന ഈ ബയോഗ്രഫി. മിഷേൽ ഒബാമ വളരെ രസകരമായി തൻ്റെ ജീവിതാനുഭവങ്ങൾ ബിക്കമിങ് എന്ന ഈ ഓട്ടോബയോഗ്രഫിയിലൂടെ എഴുതി ചേർക്കുന്നു. അവർ പറയുന്നു, മേ ഐ കോട്ട്, there is a lot I still don't know about America, about life, about what the future might bring. But I do not know myself. My father Fraser taught me to work hard, laugh often, and keep my word. My mother Marian showed me how to think for myself and to use my voice. Together in a cramped apartment on the south side of Chicago, they helped me see the value in our story, in my story, in the larger story of our country. Even when it is not pretty or perfect, even when it is more real than you want it to be, your story is what you have, what you will always have. It is something to own. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടേതായ ഒരു ജീവിത കഥ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയെ സംബന്ധിച്ച് നമ്മുടെ വായനകൾ ആരംഭിക്കുമ്പോൾ കർത്താവ് എപ്രകാരമാണ് പരീക്ഷകളെ അതിജീവിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലോ ഈ പീഡാനുഭവവാര ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. യേശു കർത്താവിനെ പരീക്ഷകൻ വന്ന് നേരിടുകയും കർത്താവ് ആ പരീക്ഷകളെ അതിജീവിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു വേദഭാഗത്തിൻ്റെ പ്രമേയം. 3 പരീക്ഷകളാണ് കർത്താവിന് ഇവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവ് പരീക്ഷീണനായി ഇരിക്കുന്ന അവസരത്തിൽ നന്നായി വിശപ്പുള്ളപ്പോൾ അപ്പത്തിൻ്റെ പരീക്ഷയുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് പരീക്ഷകൻ അടുത്തു വരുന്നു. ഒന്നാമത്തെ പരീക്ഷ ഇപ്രകാരമാണ്: ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, കമാൻഡ് ദി സ്റ്റോൺ ടു ബി ബ്രെഡ്. വേഴ്സ് 3. ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അടിമപ്പെടാമെന്ന ഒരു പരീക്ഷയാണ് കർത്താവ് അഭിമുഖീകരിക്കുന്നു. വിശക്കുമ്പോൾ അപ്പം ആവശ്യമാണ്. അപ്പമായി തീരുവാൻ കല്ലുകളോട് കൽപ്പിച്ചാൽ അതങ്ങനെയായി തീരുക തന്നെ ചെയ്യും. എന്നാൽ കർത്താവ് ആ പരീക്ഷയെ അതിജീവിക്കുന്നു. അതിമനോഹരമായ ഒരു മറുപടിയാണ് കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. Man shall not live by bread alone. Man shall not live by bread alone. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന ഉത്തരം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുറവുകളെയൊക്കെ നാം മൂടിവെക്കും. അത് അത്യന്താപേക്ഷിതമാണ്, വിശപ്പിൻ്റെ വിളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ വിശപ്പിനപ്പുറമായി ദൈവവചനത്തിൽ തന്നെ നിലനിൽക്കുവാനായിട്ടുള്ള ഒരാഹ്വാനവും ആ വിധത്തിലുള്ളൊരു മാതൃകയുമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായി പരീക്ഷകൻ ഇവിടെ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് അധികാരത്തെ സംബന്ധിച്ചുള്ള ഒരു ന്യായമാണ്. ഇഫ് യു വിൽ വർഷിപ്പ് മീ, ഓൾ അതോറിറ്റി ആൻഡ് ഗ്ലോറി ഷാൽ ബി ഡെലിവേർഡ് ടു യു. നീ എന്നെ നമസ്കരിച്ചാൽ അധികാരവും മഹത്വവും നിൻ്റേതാകും. 6ഉം 7ഉം വാക്യങ്ങൾ. അധികാരത്തിനു വേണ്ടി, മഹത്വത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത്. എന്നാൽ കർത്താവ് വളരെ വ്യക്തതയോടുകൂടെ അതിന് മറുപടി നൽകുന്നു. ഇറ്റ് ഈസ് റിട്ടൺ, യു ഷാൽ വർഷിപ്പ് ദ ലോർഡ് യുവർ ഗോഡ്
ആൻഡ് ഹിം ഓൺലി ഷാൽ യു സെർവ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയാണ് നമ്മുടെ മഹത്വത്തെയും അധികാരത്തെയും തിരഞ്ഞു ചെല്ലുന്നത്? ദൈവത്തിൽ മാത്രം ആശ വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാനുള്ള മാതൃക നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായി, പരീക്ഷകൻ യേശുവിന് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷ എന്താകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് വിശ്വാസത്തെ പറ്റിയുള്ള ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയാകുന്നു. ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ത്രോ യുവർ സെൽഫ് ഡൗൺ ഫ്രം ഹിയർ. നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. 9-ാം വാക്യം. ഈ വിശ്വാസത്തെ പരീക്ഷിക്കുവാനായിട്ടുള്ള ഒരു അത് എല്ലായ്പ്പോഴും നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നതായ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെയാണ് കർത്താവ് വളരെ വ്യക്തതയോടുകൂടെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുമ്പോൾ, സംശയത്തിൻ്റെ വിത്തുകൾ പരീക്ഷകൻ വിതറുമ്പോൾ, ദൈവത്തിലുള്ളതായ വ്യവസ്ഥ കൂടാതെയുള്ള ഒരു സ്നേഹബന്ധം, അതിനെ സംബന്ധിച്ച് ഈ വേദഭാഗം വാചാലമായി സംസാരിക്കുന്നു. ഏതായാലും കർത്താവ് ഈ 3 പരീക്ഷകളെയും അതിജീവിക്കുന്നുണ്ട്. ഈ അതിജീവനത്തെ ഇന്ന് നമ്മൾ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കുന്നു. നാം അതിജീവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ അതിജീവനത്തിൻ്റെ മാതൃക നമുക്കെല്ലായ്പ്പോഴും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിതാന്ത ജാഗ്രതയോടെ ഈ വിശ്വാസത്തിൽ നിലനിൽപ്പാനായിട്ട് സാധിക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നളയരുതം ആട്ടക്കഥ 2ാം ദിവസത്തിൽ നിന്ന് ഉള്ള ഒരു ഭാഗം അനോട്ടേഷൻ ചെയ്യുവാനായിട്ട് പഠിക്കുവാനുണ്ടായിരുന്നു. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തടോ. പാദസാം നിജയം വെള്ളം മുഴുവൻ, വാർന്നൊഴിഞ്ഞളവ് ഒഴുകിപ്പോയി കഴിഞ്ഞിട്ട് സേതുബന്ധനോദ്യോഗം ചിറകെട്ടാനുള്ള ഒരുക്കം എന്തിനാണ് എന്നത്രേ ഇന്ദ്രൻ കലിയോട് ചോദിക്കുന്നത്. ദമയന്തിയെ നളൻ വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ട് കലി അവളെ ആഗ്രഹിക്കുന്നത് കണ്ട് ഇന്ദ്രൻ ആക്ഷേപിക്കുന്നതാണ് ഇവിടെ. When the gods returned to heaven after participating in the marriage of Nalan and Damayanti, they happened to meet Kali, escorted by Dwapara. On enquiries, Indran comes to know that Kali is on his way to marry Damayanti, unaware that her marriage was over. Indran tells him that his attempt was like trying to build a dam when all the water had flowed out, because Damayanti had already married a virtuous man named Nalan. നമ്മുടെ ജീവിതത്തിൽ വിജയാളിയായ ഒരു ക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വിശ്വസ്തയോടുകൂടെ ഈ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യം വെച്ചുകൊണ്ട് നമ്മുടെ പീഡാനുഭവവാരത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പം, അധികാരം, സംശയം, ഈ വിഷയങ്ങളിൽ വിജയം വരിച്ചതായ ക്രിസ്തുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ക്രൂശിലേക്ക് പദമൂന്നുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അർത്ഥവത്തായ ആരാധനയിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സുസമാസൻ മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.